ചോറ്റാനിക്കര അമ്മയുടെ തിരുനടയിൽ പോയാൽ ശീവേലി തൊഴുതേ മടങ്ങാവൂ. ശ്യാമസുന്ദരവർണ്ണേനി ശിവനന്ദിനി മനോഹരി, ശ്യാമസുന്ദര വർണ്ണേനി ശിവനന്ദിനി മനോഹരി, ചോറ്റാനിക്കര വാഴുമമ്മേ ഉള്ളിൽ നിറയും ദീപമേ, ഉള്ളുരുകി വിളിക്കുമ്പോൾ ഉടനെ എന്നിൽ നിറയണേ, കണ്ടു കൈതൊഴാനേകണേ, ഇണ്ടലൊക്കെ ഒഴിക്കണേ. ഉള്ളുരുകി വിളിക്കുമ്പോൾ ഉടനെ എന്നിൽ നിറയണേ, കണ്ടു കൈതൊഴാനേകണേ, ഇണ്ടലൊക്കെ ഒഴിക്കണേ. ശ്യാമസുന്ദരവർണ്ണേനി ശിവനന്ദിനി മനോഹരി. ശീവേലി തൊഴുന്നതും എഴുന്നള്ളത്തിൽ പങ്കെടുക്കുന്നതും പുണ്യകരമാണ്. ഭക്തർക്ക് ഐശ്വര്യവും ധനവർദ്ധനവും അഭിവൃദ്ധിയും ലഭിക്കുമെന്നാണ് ഇതിലെ വിശ്വാസം. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശ്രീകോവിലിന് പുറത്തേക്ക് ശീവേലി വിഗ്രഹം എഴുന്നള്ളിക്കുന്ന ക്ഷേത്ര ആചാരമാണ് ശീവേലി. ഒരു ക്ഷേത്രത്തിലെ മുഖ്യദേവത തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് നേരിൽ കാണാൻ പുറത്തിറങ്ങുന്ന ചടങ്ങാണ് ശീവേലി അഥവാ ശ്രീബലി എഴുന്നള്ളിപ്പ്. ഇതിനായി പ്രത്യേകം ശീവേലി വിഗ്രഹം തന്നെയുണ്ട്. ആ വിഗ്രഹത്തിന് യഥാർത്ഥ പ്രതിഷ്ഠാമൂർത്തിയുടെ ഭാവമാണ്. പതിവായി ദിവസവും നടക്കുന്ന ചടങ്ങായതുകൊണ്ട് ഇത് നിത്യശീവേലി എന്നറിയപ്പെടുന്നു. ശീവേലി മുടങ്ങിയാൽ ശ്രീദേവി മടങ്ങും എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ക്ഷേത്രമേൽശാന്തിയും കീഴ്ശാന്തിമാരും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശീവേലി വിഗ്രഹവുമായി പുറത്തേക്ക് എഴുന്നള്ളി നിവേദ്യങ്ങൾ നൽകുന്നു. നാലമ്പലത്തിനുള്ളിൽ അഷ്ടദിക്പാലകരും സപ്തമാതൃക്കളും ദ്വാരപാലകരും പുറത്ത് ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളും ക്ഷേത്രപാലകനുമുണ്ടാകും. ഇവരെല്ലാം തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്ന സമയമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ 2 സമയങ്ങളിലാണ് ശീവേലി നടത്താറ്, ഉച്ചശീവേലിയും അത്താഴ ശീവേലിയും. എന്നാൽ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഏത്രത ശീവേലിയും ചേർത്ത് 3 ശീവേലി നടക്കാറുണ്ട്. ശീവേലി വിഗ്രഹവും തലയിലേറ്റി വാദ്യഘോഷത്തോടും ദീപപ്രഭയോടും ഗജരാജ അകമ്പടിയോടും ശ്രീകോവിലിന് 3 വലതു വയ്ക്കുന്ന പ്രതിഷ്ഠാമൂർത്തിയെ അനുഗമിച്ചിങ്ങനെ 3 വലം വച്ച് തൊഴുന്നത് ദൈവപ്രീതി വരുത്തും. അതിലൂടെ ധനാഭിവൃദ്ധിയും ആയുരാരോഗ്യവും ഐശ്വര്യവും ലഭിക്കും. ചോറ്റാനിക്കര ദേവിയുടെ എല്ലാ ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹവും നന്മകളും ഉണ്ടാവട്ടെ. ഉള്ളുരുകി വിളിക്കുമ്പോൾ ഉടനെ എന്നിൽ നിറയണേ, കണ്ടു കൈതൊഴാനേകണേ, ഇണ്ടലൊക്കെ ഒഴി